ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 ന്യൂ ടെക്സ്റ്റ് ബുക്കാണ്. 2025 ഇറങ്ങിയ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ടുവാർഡ്സ് ന്യൂ ഹൊറിസോൺസ് എന്നുള്ള 2ാമത്തെ യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദി വിൻഡ്, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അങ്ങനെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ്, ഇതിൽ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്, ആ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ആക്ടിവിറ്റി, Are you inspired by William's story? Read the following sentence from the story. അപ്പോൾ നിങ്ങൾ വില്യമിൻ്റെ സ്റ്റോറി വായിച്ച് ഇൻസ്പയർഡ് ആയോ എങ്കിൽ ഈ സെൻറ്റൻസ് വായിക്കൂ. ഐ വിൽ മേക്ക് എൻ ഇലക്ട്രിക് വിൻഡ്, വില്യം വിസ്പേർഡ് ടു ഹിംസെൽഫ്. വില്യം സ്വയം പറയുന്നുണ്ട്, ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കും. നൗ ഇറ്റ്സ് യുവർ ടേൺ ടു മേക്ക് എ ഡിഫറൻസ് ഇൻ യുവർ കമ്മ്യൂണിറ്റി. വാട്ട് ഐഡിയാസ് ക്യാൻ യു കോൺട്രിബ്യൂട്ട് ടു മേക്ക് യുവർ കമ്മ്യൂണിറ്റി എ ബെറ്റർ പ്ലേസ് യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വില്ലേജ് ലൈബ്രറിയിൽ മാറ്റം വരുത്താം, വില്ലേജ് ന്യൂസ് ലെറ്റർ, ഗാർഡനിങ് പ്രോജക്റ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതിലെല്ലാം നമുക്ക് വാട്ട് ക്യാൻ വി ഡു, ഹൗ വിൽ ഇറ്റ് ഹെൽപ്പ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ അത് സഹായകമാകും. വില്ലേജ് ലൈബ്രറി അവർ തന്നിട്ടുണ്ട്, കണ്ടല്ലോ. ബിൽഡ് എ സ്മോൾ ലൈബ്രറി ഇൻ ദ വില്ലേജ്, പ്ലേസ് എ ബിഗ് ബോക്സ് ഫോർ വില്ലേജസ് ക്യാൻ ഡൊണേറ്റ് ബുക്സ്. ഹൗ, അതെങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു വില്ലേജിലൊരു ലൈബ്രറി വന്നാൽ എങ്ങനെയൊക്കെ സഹായകമാകും അവിടെയുള്ള ആൾക്കാർക്ക് അത്. കിഡ്സ് ക്യാൻ എൻജോയ് റീഡിങ് ഫൺ സ്റ്റോറീസ് ആൻഡ് ലേൺ എക്സൈറ്റിംഗ് ന്യൂ തിങ്സ്. എവ്രി വൺ ക്യാൻ ഷെയർ ദിയർ ഫേവറേറ്റ് ബുക്സ് ആൻഡ് ഐഡിയാസ്, അല്ലേ. സോ അങ്ങനെയൊക്കെ ഹെൽപ്പിംഗ് ആണത്. അപ്പോൾ നമുക്ക് എഴുതാനുള്ളത് what can we do, village newsletter കേട്ടോ. what can we do, start a monthly newsletter with community updates. അപ്പോൾ മാസത്തിൽ വരുന്ന ഒരു ന്യൂസ് ലെറ്റർ കൊണ്ടുവരിക. ഇൻക്ലൂഡ് സെക്ഷൻസ് ഫോർ ന്യൂ കിഡ്സ്, ഡ്രോയിങ്, സ്റ്റോറീസ് ഓർ ഫൺ ഫാക്ട്സ്. ആ ഒരു ബുക്കിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ് സെക്ഷൻ, സ്റ്റോറി, ഫൺ ഫാക്ട്സ് ഒക്കെ ആഡ് ചെയ്യുക. അതെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും അവിടെയുള്ളത് അവരെ. എവരി വൺ വിൽ സ്റ്റേ ഇൻഫോംഡ് അബൌട്ട് ലോക്കൽ ഇവൻറ്റ്സ്, പ്രൊജക്ട്സ് ആൻഡ് ന്യൂസ്. അപ്പോൾ ആ ഓരോ മാസത്തിൽ വരുന്ന ബുക്ക് വളരെ ഹെൽപ്പിംഗ് ആയിരിക്കും. ലോക്കലി സംഭവിക്കുന്ന കാര്യങ്ങൾ, പ്രൊജക്ട്, ന്യൂസിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. എൻകറേജസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഹെൽപ്സ് ചിൽഡ്രൻ ഫീൽ മോർ ഇൻവോൾവ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ആവാൻ അത് എൻകറേജ് ചെയ്യും, കുട്ടികളെ സഹായിക്കും. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ സഹായകമാവും നോക്കാം. വാട്ട് ക്യാൻ വി ഡു, സെറ്റപ്പ് സെപ്പറേറ്റ് ബിൻസ് ഫോർ റീസൈക്ലിംഗ്, കമ്പോസ്റ്റ് ആൻഡ് വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡസ്റ്റ്ബിന്നുകൾ, റീസൈക്ലിംഗ്, കമ്പോസ്റ്റ് ഇതെല്ലാം കൊണ്ടുവരിക. അറേഞ്ച് മന്ത്ലി ക്ലീനപ്പ് ഇവൻറ്റ്സ്, മാസം ക്ലീനപ്പ് ഇവൻറ്റ്സ് കൊണ്ടുവരിക. എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും, കീപ്സ് ദ വില്ലേജ് ക്ലീനർ ആൻഡ് ടീച്ചേഴ്സ് സസ്റ്റൈനബിൾ ഹാബിറ്റ്സ്. വില്ലേജ് ക്ലീൻ ആയിരിക്കാൻ സഹായിക്കും വേസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്നാൽ. ബ്രിങ്സ് ദ കമ്മ്യൂണിറ്റി ടുഗെദർ ആൻഡ് ഇംപ്രൂവ്സ് ദ ലോക്കൽ സറൗണ്ടിങ്സ്. ഓക്കെ. ഗാർഡനിങ് പ്രോജക്റ്റ് ആണെങ്കിൽ വാട്ട് ക്യാൻ വി ഡു, ഓർഗനൈസ് എ കമ്മ്യൂണിറ്റി ഗാർഡൻ വെർ പീപ്പിൾ ക്യാൻ ഗ്രോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ ആൾക്കാർക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ടുപിടിപ്പിച്ച് വളർത്താൻ പറ്റുന്ന പോലെ ഒരു കമ്മ്യൂണിറ്റി ഗാർഡൻ തുടങ്ങുക. റൺ ഗാർഡനിങ് വർക്ക്ഷോപ്സ് ഫോർ കിഡ്സ് ആൻഡ് ഫാമിലീസ്. കിഡ്സിനും ഫാമിലീസിനും വേണ്ടിയിട്ട് ഗാർഡനിങ് വർക്ക്ഷോപ്പുകൾ ആരംഭിക്കുക. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുത്ത് അവെയർ ആക്കുക. അതൊക്കെയാണ് പറയുന്നത്. ഹൗ വിൽ ഇറ്റ് ഹെൽപ്പ്, പ്രൊമോട്ട്സ് ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യും. ഹെൽത്തി ഈറ്റിംഗ്, അല്ലെ, നമ്മൾ തന്നെ വീട്ടിലെ പച്ചക്കറി തോട്ടവും പഴങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് വിഷമുള്ളതൊന്നും കഴിക്കേണ്ടി വരില്ലല്ലോ. നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ തന്നെ വെച്ചുണ്ടാക്കിയത് ഹെൽത്തിയാണ്. ആൻഡ് എ ഗ്രീൻ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ബിൽഡ് സ്കിൽസ്, കോൺഫിഡൻസ് ആൻഡ് കണക്ഷൻ വിത്ത് നേച്ചർ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ ആക്ടിവിറ്റീസിന് ആൻസർ വരുന്നത്. രണ്ടാമത്, സം ഓഫ് ദി ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ, വാട്ട് ക്വാളിറ്റീസ് ഇൻ ദം അട്രാക്റ്റീവ്. നമ്മൾ ഈ ചാപ്റ്ററിൽ വില്യമിൻ്റെ അച്ഛൻ, ഗിൽബർട്ട് ആൻഡ് ജെഫ്രി, 3 ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നിങ്ങളെ അട്രാക്ട് ചെയ്തതെന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഫസ്റ്റ് വില്യമാണ്. ക്യൂറിയസ്, ഡിറ്റർമൈൻഡ്, ഇമാജിനേറ്റീവ്, റിസോഴ്സ്ഫുൾ. വില്യമിൻ്റെ അച്ഛൻ, വില്യംസ് ഫാദർ, സപ്പോർട്ടീവ്, പ്രാക്ടിക്കൽ, സെൽഫ് സാക്രിഫൈസിങ്. ഗിൽബർട്ട് ആൻഡ് ജെഫ്രി, അവരുടെ ഫ്രണ്ട്സ് കേട്ടോ. ലോയൽ, ഹെൽപ്ഫുൾ, എൻകറേജിങ്, എന്തൂസിയാസ്റ്റിക്. ഇനി റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് ദ ക്യാരക്ടേഴ്സിനെ കുറിച്ച് സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. William is a courageous and inventive boy whose determination to help his village led him to build a windmill from scrap materials, proving that hope and creativity can spark real change. അടുത്തത് വില്യമിൻ്റെ ഫാദറിൻ്റെ പോയിന്റ് ആണ്. വില്യംസ് ഫാദർ ഈസ് എ ഹാർഡ് വർക്കിംഗ് ആൻഡ് കെയറിംഗ് മാൻ ഹു സപ്പോർട്ട്സ് ഹിസ് സൺസ് ഡ്രീംസ്. അടുത്തത് ഗിൽബർട്ട് ആൻഡ് ജെഫ്രി ആർ ലോയൽ ആൻഡ് എൻകറേജിംഗ് ഫ്രണ്ട്സ് who stand by William, cheering him on and helping him believe in himself when others don't. മറ്റുള്ളവർ അവനെ വിശ്വസിക്കാതിരുന്നപ്പോഴും അവരവനെ വിശ്വസിച്ചു, അല്ലേ, അതാണ് പറയുന്നത്. നെക്സ്റ്റ്,
നമുക്ക് കുറച്ച് ഇവന്റ് തന്നിട്ടുണ്ട് ഈ സ്റ്റോറിയിൽ നിന്ന്. റീഡ് ദം കെയർഫുള്ളി ആൻഡ് അറേഞ്ച് ദി ഇവന്റ്സ് ഇൻ ഓർഡർ. എന്നിട്ട് ഓർഡർ ആക്കി എഴുതാനാണ് പറയുന്നത്. റൈറ്റ് ദം ഇൻ ദ ഗിവൺ സ്പേസ് ബിലോ. അപ്പോൾ നമ്മളതിന് ഇത് അവർ ഓർഡറിലല്ല തന്നിരിക്കുന്നത്, നമ്മളത് ഓർഡർ ആക്കി എഴുതുക. ഫസ്റ്റ് ഏതാ സെക്കൻഡ് ഏതാന്ന് ഞാൻ പറയാം. വിത്തൗട്ട് ഫുഡ് മലാവി ബിഗാൻ ടു സ്റ്റാർവ് ആണ് ഫസ്റ്റത്തെ. ഓക്കെ, അതായത് ഇത് കേട്ടോ, അത് 1 ആണ്. അടുത്ത 2, വില്യം ഹാഡ് ടു സ്റ്റോപ്പ് ഗോയിങ് ടു സ്കൂൾ ബിക്കോസ് ഹിസ് ഫാമിലി ഹാഡ് നോ മണി. പൈസ ഇല്ലാത്തതുകൊണ്ട് വില്യമിന് സ്കൂളിൽ പോലെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇത് 2 കേട്ടോ. 3, ഹി ഫൗണ്ട് എ ലൈബ്രറി ആൻഡ് ലേൺഡ് അബൌട്ട് സയൻസ്. അവൻ എന്ത് ചെയ്തു, ആ റോഡിൻ്റെ താഴെ ഒരു ലൈബ്രറി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, അവിടെ നിന്ന് എന്ത് ചെയ്തു, സയൻസിൻ്റെ ഒരു ബുക്കൊക്കെ കിട്ടി എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു അതിൽ. അപ്പോൾ 3 ഇതാണ് വരിക. 4, he saw the picture of a windmill and decided to build one. അങ്ങനെ ആ ബുക്കിലൂടെ അവനൊരു വിൻഡ് പിക്ചർ കണ്ടു, എന്നിട്ട് ഒരു വിൻഡ് മിൽ ബിൽഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുകയാണ്. 4. അടുത്തത്, വില്യം കളക്റ്റഡ് ഓൾ പാർട്സ് ഓഫ് മെഷീൻസ് ആൻഡ് ടൂൾസ് ഫ്രം ജങ്ക് യാർഡ്. ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് പഴയ മെഷീൻ പാർട്സും ടൂൾസും എല്ലാം അവൻ കളക്ട് ചെയ്യുന്നുണ്ട്. അത് 5ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതേണ്ടതാണ്. അടുത്തത്, ഹി ബിൽറ്റ് എ വിൻഡ് മിൽ ആൻഡ് യൂസ്ഡ് ടു ലൈറ്റ് എ ബൾബ്. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വിൻഡ് മിൽ ബിൽഡ് ചെയ്ത് ആ കറണ്ടിൻ്റെ സഹായത്തോടു കൂടി ഒരു ബൾബിനെ എന്ത് ചെയ്യുന്നുണ്ട്, കത്തിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇത് തന്നെയാണ് ഇവിടെ 1 2 3 4 5 6 എഴുതിയിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇനി നമുക്കുള്ളത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. ഈ സെൻറ്റൻസ് വായിക്കുക. വൈ ഡു യു തിങ്ക് വില്യം ഡിസൈഡഡ് ടു ഇൻവോൾവ് ഹിസ് ഫ്രണ്ട്സ് ഇൻ മേക്കിംഗ് ദ വിൻഡ് മിൽ? ക്യാൻ യു തിങ്ക് ഓഫ് സിറ്റുവേഷൻ ഫ്രം യുവർ ലൈഫ് വെർ യു ക്യാൻ ഡു തിങ്സ് അലോൺ ആൻഡ് ഇൻ ഗ്രൂപ്പ്സ് റൈറ്റ് ദം ഡൗൺ. അപ്പോൾ അതുപോലെ തന്നെ വില്യം കുറച്ച് ഫ്രണ്ട്സിൻ്റെ സഹായം ചോദിച്ചിട്ടുണ്ട്. അതായത് ഫ്രണ്ട്സ് വന്നിട്ട് എന്തെങ്കിലും ചെയ്യണോ ചോദിക്കുമ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പോയിട്ട് കാട്ടിൽ നിന്ന് മരം വെട്ടണമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമുക്ക് ഗ്രൂപ്പായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്? റീഡിങ് എ ബുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. തിങ്സ് ഐ ലവ് ടു ഡു ഇൻ ഗ്രൂപ്പ്സ്, കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ ഗ്രൂപ്പായി ചെയ്യാൻ പറ്റുന്ന ഗോ ഫോർ എ പിക്നിക്. നമ്മളൊരു പിക്നിക്കിനും ടൂറിനും ഒക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ടല്ലേ പോവുക, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഗ്രൂപ്പായിട്ടാണ് പോവുക. അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതും ഗ്രൂപ്പായി ചെയ്യാൻ പറ്റുന്നതുമാണ് ചോദ്യം. നമുക്ക് ആൻസർ നോക്കാം. ഡ്രോ ഓർ പെയിൻറ്റ്, വരയ്ക്കുന്നതും പെയിൻറ്റ് ചെയ്യുന്നതും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. റൈറ്റ് എ പോയം ഒറ്റയ്ക്ക് ചെയ്യാം. സോൾവ് എ പസിൽ, റൈറ്റ് എ സ്റ്റോറി, ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത്, തിങ്സ് ഐ ലവ് ടു ഡു ഇൻ ഗ്രൂപ്പ്സ്. പ്ലേ ഫുട്ബോൾ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല, ഗ്രൂപ്പായി കളിക്കുന്നതല്ലേ. ആക്ട് ഇൻ എ സ്കൂൾ പ്ലേ, പിന്നെ അതുപോലെ ഒരു ഡ്രാമ, ഒരു പ്ലേ സ്കൂളിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ പേരുമായിട്ടല്ലേ ചെയ്യുക. സെലിബ്രേറ്റ് ബർത്ത്ഡേയ്സ് വിത്ത് ഫ്രണ്ട്സുമായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത്. കുക്ക് ഫെസ്റ്റീവ് മീൽസ് ടുഗെദർ, പിന്നെ ഫെസ്റ്റീവ് ഒക്കേഷൻസിന് എല്ലാവരും കൂടിയിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കേട്ടോ. ഇതെല്ലാം ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ്, റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. ഇവിടെ നമുക്ക് 4 സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ്, വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്, ആക്ഷൻ വേർഡ് ആണ് കേട്ടോ. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ജയന്റ് പിൻവീൽ, ലുക്ക്ഡ്. ഹി കെപ്റ്റ് ടോയ് ട്രക്സ് വിത്ത് വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് അണ്ടർ ഹിസ് ബെഡ്, കെപ്റ്റ് ആക്ഷൻ വേർഡ് ആണ്. വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്, ആക്ഷൻ വേർഡ് ആണ്. അപ്പോൾ ഇതെല്ലാം ആക്ഷൻ വേർഡ്സ് ആണ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റിൽ നടന്ന, കഴിഞ്ഞു പോയ കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഇങ്ങനത്തെ വേർഡ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ദ പാസ്റ്റ് ഫോംസ് ഓഫ് ക്ലോസ് ആൻഡ് ലുക്ക് ക്യാൻ ബി ഫോംഡ് ബൈ ആഡിങ് ഡി ആൻഡ് ഇ ഡി. കണ്ടല്ലോ, ക്ലോസ് എന്നുള്ളതാണ് നോർമൽ വേർഡ്, അതിൻ്റെ പാസ്റ്റാണ് ക്ലോസ്ഡ്, ഇ ഡി ചേർത്ത് ക്ലോസ്ഡ് ആക്കി, ലുക്ക്ഡ് ആക്കി. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വെർബ് എന്ന് പറയും? റെഗുലർ വെർബുകൾ എന്ന് പറയും. ഇനി ഇവിടെ കെപ്റ്റും ടുക്കും ഉണ്ട്. അപ്പോൾ അതിൽ kept and took are also action words in the past, but these words have no d or ed. ഇതും പാസ്റ്റിൽ പറയുന്ന വേർഡ്സ് ആണ്, പക്ഷെ ഇവിടെ ഡിയോ ഇഡിയോ ഇല്ല, അതുകൊണ്ട് ഇതിന് ഇറഗുലർ വെർബ്സ് എന്ന് പറയും. അപ്പോൾ പാസ്റ്റ് ഫോമിൽ തന്നെ ഡി ഓർ ഇ ഡി, അറ്റത്ത് ഡി ഓർ ഇ ഡി വന്നാൽ അത് റെഗുലർ വെർബ്സും, അത് വന്നില്ലെങ്കിൽ പാസ്റ്റിൽ അത് വന്നില്ലെങ്കിൽ അത് ഇറഗുലർ വെർബ്സുമാണ് കേട്ടോ. അപ്പോൾ റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്സ് പാസ്റ്റിൽ മാത്രമായിരിക്കും ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. ഈ കണ്ടീഷൻസ് ഒക്കെ പാസ്റ്റിൽ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് വരുന്നത്, റീഡ് ദ ഫോളോവിങ് ലെറ്റർ ആൻഡ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസസ് വിച്ച് റെഫർ ടു ദ ആക്ഷൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ ഇവിടെ ആക്ഷൻ വേർഡ് കണ്ടുപിടിക്കാൻ തന്നെയാണ്, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. അവിടുത്തെ ലെറ്റർ നമുക്ക് വായിക്കാം. 1/1/2025 ലെറ്റർ ആണ്. ഡിയർ ഗ്രാൻഡ്മ, യെസ്റ്റർഡേ ഐ വെന്റ് ടു ദ പാർക്ക് വിത്ത് മോം. ഗ്രാൻഡ്മ, കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, അമ്മയുടെ കൂടെ പാർക്കിൽ പോയി. വി പ്ലേഡ് ഓൺ ദ റൈഡ്, ഞങ്ങൾ റൈഡിൽ കളിച്ചു. ഷീ ബോട്ട് മീ സ്മോൾ പേഴ്സ്, എനിക്കൊരു സ്മോൾ പേഴ്സ് വാങ്ങി തന്നു. ലാസ്റ്റ് വീക്ക് വി ബേക്ക്ഡ് കുക്കീസ് ടുഗെദർ, ലാസ്റ്റ് വീക്ക് ഞങ്ങൾ രണ്ടാളും കൂടി കുക്കീസ് ഉണ്ടാക്കി, ബിസ്ക്കറ്റുകൾ ബേക്ക് ചെയ്തെടുത്തു. നൗ ഐ എം ലേണിംഗ് ടു റൈഡ് എ ബൈസൈക്കിൾ, ഇപ്പം ഞാൻ എന്താണ്, സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഡാഡി ടീച്ചേഴ്സ് മീ എവറി ഡേ, അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഐ മിസ് യു ഗ്രാൻഡ്മ, ഞാൻ ഗ്രാൻഡ്മയെ മിസ് ചെയ്യണു. ലവ് അന്ന. ഓക്കെ, അപ്പോൾ ഇതിൽ
ആക്ഷൻ വേർഡ്സ് ആണ് കേട്ടോ. യെസ്റ്റർഡേ ഐ വെന്റ് ടു ദ പാർക്ക് വിത്ത് മോം. ഇവിടെ വെന്റ് എന്ന് കണ്ടോ, ഇത് ആക്ഷൻ വേർഡ് ആണ്. വി പ്ലേഡ് ഓൺ ദ റൈഡ്, പ്ലേഡ് ഇ കണ്ടോ, പ്ലേഡ് ഇത് ആക്ഷൻ വേർഡ് ആണ്. ഷി ബോട്ട് മീ എ സ്മോൾ പേഴ്സ്, ബോട്ട് കണ്ടോ. ലാസ്റ്റ് വീക്ക് വി ബേക്ക്ഡ് കുക്കീസ് ടുഗെദർ. ഇതെല്ലാമാണ് ഇതിൽ നിന്നുള്ള ആക്ഷൻ വേർഡുകൾ. ഓക്കെ, നെക്സ്റ്റ് ഇനി ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ദ ബൗളിൽ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ റെഗുലർ വെർബ് ഏതാണ്, ഇറഗുലർ വെർബ് ഏതാണെന്ന് മാത്രം നമ്മൾ എടുത്ത് എഴുതിയാൽ മതി. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. റെഗുലർ വെർബുകൾ നോക്കാം. അറൈവ്, എഗ്രി, കുക്ക്, എക്സ്പ്ലോർ, ടേൺ ഇതാണ് ഇതിലെ റെഗുലർ വെർബുകൾ. ഇറഗുലർ വെർബുകൾ സ്പീക്ക്, ടീച്ച്, വിയർ, ഫ്ലൈ, ചൂസ്. ഓക്കെ, നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ, ഡെവലപ്പ് എ സ്റ്റോറി യൂസിങ് ദ പാസ്റ്റ് ഫോംസ് ഓഫ് ദ വേർഡ്സ് ഗിവൺ. ഈ പിക്ചർ വെച്ചിട്ട് നമ്മളൊരു പിക്ചർ സ്റ്റോറി ഉണ്ടാക്കണം. ഇവിടെ തന്നിരിക്കുന്ന ഈ വേർഡ്സ് കണ്ടോ, ഇതൊക്കെ പ്രസൻറ്റിലുള്ള വേർഡ്സ് ആണ്. ഇതിൻ്റെയൊക്കെ പാസ്റ്റ് ഫോം, ഇപ്പോൾ സിറ്റ് ആണെങ്കിൽ സാറ്റ് വരണം നമ്മൾ എഴുതുന്ന കഥയിൽ, ലുക്ക് ആണെങ്കിൽ ലുക്ക്ഡ് എന്ന് വരണം, റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ് എന്ന് വരണം, സിംഗ് ആണെങ്കിൽ സാങ് എന്ന് വരണം. അങ്ങനെ പാസ്റ്റ് വേർഡുകൾ കഥയിൽ വരണം. ഇതേ വേർഡുകൾ ഡയറക്റ്റ് വരരുത്. ഈ വേർഡ്സിൻ്റെയൊക്കെ പാസ്റ്റ് ഫോം ഉപയോഗിച്ചുകൊണ്ട് ഈ കഥ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നോക്കാം. വൺ ഡേ എ ക്രോ ഫൗണ്ട് എ പീസ് ഓഫ് കേക്ക് ആൻഡ് ഫ്ലൂ വിത്ത് ഇറ്റ് ഓൺ ടു എ ട്രീ. ഒരു ദിവസം ഒരു കാക്കയ്ക്ക് ഒരു പീസ് ഓഫ് കേക്ക് കിട്ടി. അത് അതുകൊണ്ട് ഒരു മരത്തിലോട്ട് പോയി പറന്നു പോവാണ് കേട്ടോ. അടുത്തത് മരത്തിലിരുന്നു, താഴെ ഒരു ഫോക്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാക്കാം നമുക്ക്? ക്രോ സാറ്റ് ഓൺ എ ബ്രാഞ്ച്, ഒരു ബ്രാഞ്ചിൽ ഇരുന്നു. ഹെൽഡ് എ പീസ് ഓഫ് കേക്ക്, അതിൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു പീസ് ഓഫ് കേക്ക് ഉണ്ട്. ഇൻ ഇറ്റ്സ് ബീക്ക്, അതിൻ്റെ ബീക്കിലൊരു പീസ് ഓഫ് കേക്ക്. ദ ഫോക്സ് ലുക്ക്ഡ് അറ്റ് ദ കേക്ക് ആൻഡ് ബിക്കം വെരി ഈഗർ ടു ഈറ്റ് ഇറ്റ്. അപ്പോൾ താഴെ ഇരുന്നു കൊണ്ട് ഈ ഫോക്സ് ആ കേക്കിൽ തന്നെ നോക്കുകയാണ്, അത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കേക്ക് വേണമെന്നുള്ള ആഗ്രഹത്തിൽ ഫോക്സ് ഇവിടെ നിന്ന് നോക്കുകയാണ്. അടുത്ത പിക്ചറിൽ നമുക്ക് കാണാം ഫോക്സ് എന്തോ ആക്ഷനൊക്കെ കാണിക്കുന്നത്, എന്തോ പറയുന്നുണ്ട് അല്ലേ കാക്കയോട്. എന്താ നോക്കാം. ഫോക്സ് വെന്റ് ക്ലോസർ ടു ദ ട്രീ, ഫോക്സ് കുറച്ചുകൂടി അടുത്തേക്ക് പോയി മരത്തിൻ്റെ. ആൻഡ് ആസ്ക്ഡ് ദ ക്രോ ടു സിംഗ്, എന്നിട്ട് എന്ത് പറഞ്ഞു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. പ്രേസിങ് ഇറ്റ്സ് വോയിസ്, അതിൻ്റെ എന്താ പറയുക സൗണ്ടൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞിട്ട് അതിനോടൊരു പാട്ട് പാടാൻ പറയുകയാണ്. അപ്പോൾ അടുത്ത ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഈ കാക്ക പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടാൻ വേണ്ടി വായ തുറന്നതും കൊക്ക് തുറന്നതും കൊക്കിൻ്റെ അകത്തുനിന്ന് എന്ത് പുറത്തേക്ക് പോയി, കേക്ക് പുറത്തേക്ക് പോയി. ദ ക്രോ ഫീലിംഗ് ഫ്ലാറ്റേർഡ് opened its beak to sing. As it sang, the cake fell down. അപ്പോൾ എന്താണ്, ഈ കുറുക്കൻ്റെ പുകഴ്ത്തൽ കേട്ടിട്ട് കാക്ക പൊങ്ങിപ്പോയോ. കാക്ക പൊങ്ങിപ്പോയോ പറഞ്ഞാൽ കാക്കയ്ക്ക് ഭയങ്കര എന്താ പറയുക പുകഴ്ത്താണല്ലോ, തൻ്റെ പാട്ട് ഇത്രയും നന്നായിട്ടെന്നൊക്കെ പറഞ്ഞ് കുറുക്കൻ പുകഴ്ത്തിയപ്പോൾ അത് വിശ്വസിച്ചിട്ട് പാട്ട് പാടാൻ വേണ്ടി കാക്ക വായ തുറന്നതും ആ കൊക്ക് തുറന്നതും കൊക്കിനകത്തുനിന്ന് എന്ത് താഴെ വീണു, കേക്ക് താഴെ വീണു. അടുത്ത് നോക്കൂ. ദ ക്ലെവർ ഫോക്സ് ക്വിക്ലി കോട്ട് ദ കേക്ക്. വേഗം ആരത് പിടിക്കാൻ വേണ്ടി വായ തുറന്നു, ഫോക്സ് വേഗം അത് ക്യാച്ച് ചെയ്തു. ക്രോ റിക്വസ്റ്റഡ് ടു ഗീവ് ബാക്ക് ദ കേക്ക്. ക്രോ എന്ത് ചെയ്തു, അത് എനിക്ക് തിരിച്ചു തരണം പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ ആരും കേൾക്കില്ല, കുറുക്കൻ അതൊന്നും കേട്ടില്ല. ഫോക്സ് എന്ത് ചെയ്തു, ദ ഫോക്സ് റാൻ അവേ മെറിലി, സന്തോഷത്തോടെ ഫോക്സ് ഓടിപ്പോയി. ദ ക്രോ ബിക്കേം സാഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ലോസ്റ്റ് ഇറ്റ്സ് ട്രീറ്റ്. ക്രോ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ ഭക്ഷണമായിരുന്നു, അതിൽ നിന്ന് കിട്ടിയ ട്രീറ്റാണത്, അത് നഷ്ടപ്പെട്ടതോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കഥ. ഇതിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. സെൻറ്റൻസസ് എല്ലാം ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങളുടെ ഓൺവേർഡ്സിൽ. അടുത്തത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്, നോട്ടീസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ പിക്ചർ സ്റ്റോറി നോക്കൂ. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്, ദ റെയിൻ ഡ്രോപ്സ് പിറ്റർ പാറ്റർ ഓൺ ദ വിൻഡോ. പിറ്റർ പാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇറ്റാലിക്സിൽ എഴുതിയിട്ടുണ്ട്. ദ തണ്ടർ ഗോസ് ബൂം ഇൻ ദ സ്കൈ, ബൂം എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. ഹേ ഡിഡ് യു ഹിയർ ദാറ്റ് ബസ് ബസ്, ബസ് ബസ് എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടോ? ദർ ഇസ് എ ബീ ഫ്ലൈയിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. അപ്പോൾ ഈ സൗണ്ടുകളാണ് കേട്ടോ ഇവിടെ. ചിക്കൻ സ്ക്വാക്ക്ഡ്, ഡോഗ്സ് ഹൗൾഡ്, നൈബേഴ്സ് ഷുക്ക് ദർ ഹാൻഡ്സ്. അപ്പോൾ ഓരോ സൗണ്ടുകളാണ്. സൗണ്ടുകളെ വെച്ചിട്ടാണ് നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യേണ്ടത്. നോക്കിക്കോളൂ. നിങ്ങൾക്ക് അവിടെ പിക്ക് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് സൗണ്ട് വേർഡ്സ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ, റൈറ്റ് ദ ഗിവൺ ബിലോ ദ പിക്ചേഴ്സ്. അപ്പോൾ നമുക്കിവിടെ വിസിൽ, ബാങ്, സ്പ്ലാഷ്, ഹിസ്, സിസിൽ, ക്ലിക്ക്, ബൂം, റിംഗ്, ബസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള ബോക്സിൽ നമ്മൾ ഫില്ല് ചെയ്യണം. ആദ്യത്തെ വെള്ളത്തിലാണ് കളിക്കുന്നത്, സ്പ്ലാഷ് ആണ് വരിക അവിടെ. രണ്ടാമത്തെ സിസിൽ, തേർഡ് ക്ലിക്ക് ക്യാമറയിൽ, ഫോർത്ത് ഫോൺ റിംഗ്, പാമ്പുണ്ടാക്കുന്ന സൗണ്ട് ഹിസ്, വിസിൽ. ഓക്കെ, നെക്സ്റ്റ് സെവൻത്ത് ആക്ടിവിറ്റി ആണ് ആകാശ് ആൻഡ് വീണ റിപ്പോർട്ടേഴ്സ്. ആകാശും വീണയും ന്യൂസ് പേപ്പർ അല്ല, മീഡിയ റിപ്പോർട്ടേഴ്സ് ആണ്. ആൻഡ് ദേ വാണ്ട് ടു റിപ്പോർട്ട് അബൌട്ട് എ വില്ലേജ് ഇൻ മലാവി. അവർ എന്ത് ചെയ്യാണ്,
മലാവി വില്ലേജിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. ലുക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റിപ്പോർട്ട് ഓൺ ദ വില്ലേജ്. അപ്പോൾ ബിഗിനിങ് നമുക്ക് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ റിപ്പോർട്ട്, യു മേ യൂസ് ദ ഫോളോയിങ് ഹിൻസ്. അപ്പോൾ തന്നിരിക്കുന്ന ഹിൻറ്റുകൾ വെച്ച് ഈ റിപ്പോർട്ടിൻ്റെ കുറച്ച് അവർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇത് അവർ തന്നതാണ്, ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. ഫെയിലിയർ ഓഫ് ക്രോപ്സ്, ലാക്ക് ഓഫ് ഇലക്ട്രിസിറ്റി, ലാക്ക് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ലിറ്റിൽ ഫുഡ് ടു ഈറ്റ്, സ്റ്റുഡൻസ് മിസ്സിംഗ് ദ ക്ലാസ്സസ് എല്ലാം വെച്ചിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. റിപ്പോർട്ടാണ്. ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ആകാശ് ആൻഡ് വീണ റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം എ സ്മോൾ വില്ലേജ് ഇൻ മലാവി. അപ്പോൾ ആകാശും വീണയുമാണ് എവിടെ നിന്നാണ്? മലാവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഹിയർ പീപ്പിൾ ആർ ഫേസിങ് ഹാർഡ് ടൈംസ് വിത്ത് നോ റെയിൻ. ഇവിടുത്തെ ആളുകൾ മഴയില്ലാതെ ഭയങ്കര ദുരിതപൂർണ്ണമായിട്ടുള്ള സമയത്തിലൂടെ കടന്നു പോകുന്നു. ലീഡിങ് ടു ദ ഫെയിലിയർ ഓഫ് ക്രോപ്സ്. അവരുടെ കൃഷി നശിച്ചു, ക്രോപ്സ് ഫെയിലിയർ ഉണ്ടായി. ആസ് എ റിസൾട്ട് ദർ ഇസ് ലിറ്റിൽ ഫുഡ് ടു ഈറ്റ് ഇൻ ദ വില്ലേജ്. അതുകൊണ്ട് തന്നെ അവർക്ക് വില്ലേജിൽ ഭക്ഷണം ഇല്ല കഴിക്കാൻ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും ഇല്ല എന്നുള്ള അർത്ഥമാണ്, ഇവിടെ ഒന്നുമില്ല. ആഡിങ് ടു ദെയർ സ്ട്രഗിൾസ് ദർ ഇസ് ഓൾസോ എ സിവിയർ ലാക്ക് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. പിന്നെന്താണ്? കുടിക്കാൻ വെള്ളത്തിനും ക്ഷാമമാണ്. മേക്കിംഗ് ഡെയിലി ലൈഫ് ഇവൺ മോർ ചലഞ്ചിങ്. ദിവസം കഴിഞ്ഞു പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ഫർദർ മോർ ദ ലാക്ക് ഓഫ് ഇലക്ട്രിസിറ്റി ഇമ്പാക്ട്സ് ദ എബിലിറ്റി ടു ഫംഗ്ഷൻ ആൻഡ് ഡെവലപ്പ് ആൻഡ് സാഡ്ലി മെനി സ്റ്റുഡൻസ് ആർ മിസ്സിംഗ് ദെയർ ക്ലാസ്സസ് ഡ്യൂ ടു ദീസ് ഹാർഡ്ഷിപ്സ്. പിന്നെയോ അവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഫങ്ഷനിങ് അല്ല അവിടെ. പിന്നെ കുട്ടികൾ പലരും സ്കൂളിൽ പോവാണ്ട്, സ്കൂളിലൊക്കെ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ക്ലാസ്സസ് ഒന്നും നടക്കുന്നില്ല, അവർ ദുരിതത്തിലാണ്. ഇതാണ് ആ റിപ്പോർട്ട് കേട്ടോ. നെക്സ്റ്റ്, sit in groups and prepare a live report on any one of the following events and present it in the class. ഇനി നിങ്ങൾക്ക് 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് സ്കൂൾ ബുക്ക് ഫെയർ ആണ്, അടുത്തത് ഇനോഗ്രേഷൻ ഓഫ് ഇംഗ്ലീഷ് ക്ലബ് ആണ്, നെക്സ്റ്റ് ഓപ്പണിംഗ് ഓഫ് എ ന്യൂ പ്ലേ ഗ്രൗണ്ട്, സ്കൂൾ ആനിവേഴ്സറി. ഇതിൽ ഏതിനെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ലൈവ് റിപ്പോർട്ട്. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ലൈവായിട്ട് ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ ലൈവായിട്ട് ന്യൂസ് പേപ്പർ ആൾക്കാരൊക്കെ വന്നിട്ട്, ടി വിയിലെ ന്യൂസിൻ്റെ ചാനൽ ആൾക്കാരൊക്കെ വന്നിട്ട് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യില്ലേ, അതുപോലെ അപ്പം നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണ പോലെ ഒരു ലൈവ് റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കണം. ഒരെണ്ണം ഇവരിവിടെ തന്നിട്ടുണ്ട്. ഹിയർ ഈസ് എ ലൈവ് റിപ്പോർട്ട് ഓഫ് എ സ്കൂൾ ബുക്ക് ഫെയർ. സ്കൂൾ ബുക്ക് ഫെയറിൻ്റെ ലൈവ് റിപ്പോർട്ട് ഇവർ തന്നിരിക്കുന്നു. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. പക്ഷേ അതിൽ മിസ്റ്റേക്ക് ഉണ്ട്. എന്നിട്ട് നമ്മളത് വായിച്ചിട്ട് എഡിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം. ലൈവ് റിപ്പോർട്ട്, സ്കൂൾ ബുക്ക് ഫെയർ ഇനോഗ്രേഷൻ. അപ്പോൾ സ്കൂളിലെ ബുക്ക് ഫെയർ ഇനോഗ്രേഷൻ ആണ്, ഉദ്ഘാടനമാണ്. ഗുഡ് മോർണിംഗ്, വി ആർ ലൈവ് ഫ്രം GUPS വഴിയോരം. അപ്പോൾ വഴിയോരം GUPS സ്കൂളിൽ നിന്നുള്ള ലൈവാണ്. വേർ ദ സ്കൂൾ ബുക്ക് ഫെയർ ഹാസ് ജസ്റ്റ് ബീൻ ഇനോഗ്രേറ്റഡ്. ഇവിടുത്തെ മിസ്റ്റേക്കുകളാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് മേലെ കറക്റ്റാക്കി എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനോഗ്രേറ്ററിൻ്റെ സ്പെല്ലിംഗ് ഇതല്ല, ഇതാണ്. അപ്പോൾ അവിടെ അത് കറക്റ്റ് ചെയ്തു. ദ ഇവൻറ്റ് വാസ് ഓവർ പ്രിസൈഡഡ് അല്ല, പ്രിസൈഡഡ് ഓവർ ബൈ ദ ഹെഡ് മിസ്ട്രസ്. മിസ്റ്റർ, ഒരു ഹെഡ് മിസ്ട്രസ് പറഞ്ഞ ഒരു ലേഡിയാണ്. അപ്പോൾ അവരെ മിസ്റ്റർ എന്ന് പറയില്ല, മിസ് ഓർ മിസ്സിസ് ആയിരിക്കും. നിത S. കുമാർ. ഇവിടെ ഒരു മിസ്റ്റേക്ക് കൂടിയുണ്ട്, ക്യാപിറ്റൽ എന്നിലാണ് എഴുതേണ്ടത് കേട്ടോ. നിത S. കുമാർ ആൻഡ് ഇനോഗ്രേറ്റഡ് ബൈ ഡോക്ടർ എന്ന് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ എഴുതില്ല, DR, ക്യാപിറ്റലിലാണ് D എഴുതേണ്ടത്. ഡോക്ടർ സജീവ്. അതുപോലെ എസ്സും എന്തിൽ വേണം? ക്യാപിറ്റലിൽ വേണം. ഡോക്ടർ സജീവ് ഹു ഹൈലൈറ്റ് അല്ല, ഹൈലൈറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ്. എ ടോട്ടൽ ഓഫ് 13 publishers ഈസ് അല്ല, 6 ആണ് കേട്ടോ. ആർ പാർട്ടിസിപ്പേറ്റിംഗ്. ഷോക്കേസിംഗ് സ്റ്റോറി ബുക്സ്, എഡ്യൂക്കേഷണൽ ബുക്സ് ആൻഡ് റെഫറൻസ് മെറ്റീരിയൽസ്. സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് 6, വില്ലല്ല 6 ആണ്. അതുപോലെ തന്നെ പാരൻസിന് ക്യാപിറ്റൽ കൊടുക്കാം. are enthusiastically exploring the stalls and the headmistress spoke about how reading shapes a child's future. We wonder which book will be your favorite today. ഇത് ചിലപ്പോൾ ടീച്ചേഴ്സ് എഴുതുമ്പോൾ ഇവിടെ യു കൂടി ചേർത്ത് തരികയാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. ശരിക്കും ഗ്രാമറിൽ വരുന്ന സമയത്ത് യുവർ ഫേവറേറ്റ് ഇതാണ് സ്പെല്ലിംഗ് വരേണ്ടത്. ചിലപ്പോൾ ഇതിലൊരു ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഫില്ല് ചെയ്യുക. ഫേവറേറ്റ് ഈ ചിലപ്പോൾ യു വരാം, ചിലപ്പോൾ യു വരില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗ്രാമർ കറക്ഷനിൽ വരുന്നത്. എല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്തത്, ഇനി നമ്മളൊരു ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് ഓഫ് ന്യൂ പ്ലേ ഗ്രൗണ്ടിലാണ്. ഒരു പുതിയ പ്ലേ ഗ്രൗണ്ട് നിങ്ങളുടെ സ്കൂളിൽ ഓപ്പൺ ചെയ്യുകയാണ്. അതിൻ്റെ ലൈവ് റിപ്പോർട്ടാണ് ഞാൻ തരാൻ പോകുന്നത്. നിങ്ങൾക്ക് വേറെ തയ്യാറാക്കാം. ഗുഡ് മോർണിംഗ്, വി ആർ ലൈവ് ഫ്രം ഗവൺമെൻറ് ഹൈസ്കൂൾ ചേർത്തല. എ ന്യൂ പ്ലേ ഗ്രൗണ്ട് അറ്റ് ദ സ്കൂൾ ഈസ് ഒഫീഷ്യലി ഓപ്പൺ നൗ. ദ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണി held today, Friday, August 1st, 2025 was a joyous occasion for students and teachers alike.
അപ്പോൾ 2025 ഓഗസ്റ്റ് 1 ഫ്രൈഡേ ഇന്ന് നമ്മുടെ പ്ലേ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. വളരെ ഗംഭീരമായിട്ട് കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ വളരെ സന്തോഷത്തിലാണ്. ന്യൂ ഫെസിലിറ്റീസ് മോസ്റ്റ് എ വെറൈറ്റി ഫീച്ചേഴ്സ് ഡിസൈൻ ടു എൻകറേജ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഇമാജിനേറ്റീവ് പ്ലേ. പുതിയ ഒരുപാട് കാര്യങ്ങൾ പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പ്ലേ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് കേട്ടോ. ദി ഇവന്റ് ബിഗാൻ വിത്ത് എ റിബൺ കട്ടിംഗ് സെറമണി ലെഡ് ബൈ ദി school principal, followed by a lively performance from the schools and a team of students. ദെൻ ഇവിടെ വരെ ഫുൾ സ്റ്റോപ്പാണ്. അപ്പോൾ ഇത് പരിപാടി തുടങ്ങുന്നത് റിബൺ കട്ടിംഗ് സെറമണിയോട് കൂടിയാണ്. സ്കൂൾ പ്രിൻസിപ്പളാണ് റിബൺ കട്ട് ചെയ്തത്. പിന്നീട് അതിന് ശേഷം സ്കൂൾ കുട്ടികളുടെ ഒരു ടീം അവതരിപ്പിച്ച് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ദെൻ ഇവിടെ ക്യാപിറ്റൽ ടി ആക്കുക. ദെൻ ഈഗർലി എക്സ്പ്ലോർ ദ ന്യൂ എക്യുപ്മെൻറ്റ് വിച്ച് ഇൻക്ലൂഡ് സ്വിങ്സ്. പിന്നീട് അവിടെ എന്തൊക്കെ ഉണ്ട്? സ്വിങ്സ്, ഊഞ്ഞാലുകൾ, സ്ലൈഡ്സ്, ക്ലൈംബിംഗ് സ്ട്രക്ചേഴ്സ് ആൻഡ് സ്പേഷ്യസ് സാൻഡ് ബോക്സ് എല്ലാം അവിടെ ഉണ്ട്. ദ പ്ലേ ഗ്രൗണ്ട് ഈസ് ഡിസൈൻ ടു ബി ഇൻക്ലൂസീവ് വിത്ത് ഫീച്ചേഴ്സ് സൂട്ടബിൾ ഫോർ ചിൽഡ്രൻ ഓഫ് ഓൾ ഏജസ് ആൻഡ് എബിലിറ്റീസ്. അപ്പോൾ എല്ലാ ഏജിലും പെട്ട കുട്ടികൾക്കും എല്ലാ കഴിവുകളുള്ള കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്ലേ ഗ്രൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈവ് റിപ്പോർട്ട്. നിങ്ങൾക്ക് അതിൽ ആനുവൽ ഡേ അല്ല, സ്കൂൾ പ്രോഗ്രാമിനെ കുറിച്ചോ അങ്ങനെയൊക്കെ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആക്ടിവിറ്റീസ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.